വിശദമായി നോക്കാം. അമേരിക്കയുമായുള്ള തീരുവ യുദ്ധത്തിന് പിന്നാലെ കാനഡയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഏപ്രിൽ 28-ന് കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കാർണി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി ഗവർണർ ജനറൽ മേരി സൈമണിനെ കാർണി സന്ദർശിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കാർണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. രാജേഷ്, അമേരിക്കയുമായുള്ള തീരുവ യുദ്ധത്തിന് പിന്നാലെയാണ് കാനഡയിൽ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, ഈ അമേരിക്കയുമായുള്ള വലിയ തീരുവ യുദ്ധങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ്, കാനഡയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർക്ക് കാർണി. പ്രധാനമായും ഏപ്രിൽ 28-ന് ഈ കാനഡയിൽ ജനം വിധി എഴുതുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണി അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും അധികാരത്തിലേറിയതിന് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ശ്രദ്ധേയം. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിക്ക്, ഭരണകക്ഷി പാർട്ടിയായ ലിബറൽ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യും, അല്ലെങ്കിൽ അടുത്തു തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വലിയ ഗുണം ചെയ്യുമെന്നാണ് ഈ പാർട്ടിക്കുള്ളിൽ നടന്ന ഈ യോഗത്തിൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങളിലെല്ലാം ഈ വ്യക്തമാക്കുന്നത്. എന്തായാലും ഏപ്രിൽ 28-ന് കാനഡയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ മാർക്ക് കാർണി അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഗവർണർ മേരി സൈമനെ മാർണി സന്ദർശിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ കാനഡ, അല്ലെങ്കിൽ ഒക്ടോബർ 20 നടക്കേണ്ട തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഏപ്രിൽ 28-ലേക്ക് നീട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇത് പ്രധാനമായും സാധാരണഗതിയിൽ ഏപ്രിൽ അല്ലെങ്കിൽ ഒക്ടോബർ 20 നടക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഇത്രയും പെട്ടെന്ന് നടക്കാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ അടുത്തു തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി നടത്തിയ അല്ലെങ്കിൽ യോഗത്തിലും, അല്ലെങ്കിൽ വിശദീകരണ യോഗത്തിലും അവലോകന യോഗത്തിലെല്ലാം ഈ ഭരണകക്ഷി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അധികാരമേറ്റ് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള മാർക്ക് കാർണി തയ്യാറായിട്ടുള്ളത്. ഈ US-ഉമായുള്ള, അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള തീരുവ യുദ്ധം ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ ഒരു സാധ്യതയാണ് ഇപ്പോൾ ലിബറൽ പാർട്ടി മുന്നിട്ട് കണ്ടിട്ടുള്ളത്. ഇത് തന്നെയാണ് മാർച്ച് 28-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള മാർക്ക് കാർണിയുടെ രാഷ്ട്രീയ തന്ത്രം ഇതിൽ വ്യക്തമാകുന്നത്. ഈ അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങളും അല്ലെങ്കിൽ കാനഡയെ അമേരിക്കയുമായി കൂട്ടിയോജിപ്പിക്കാനുള്ള തീരുമാനമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ വിഷയമാക്കി അതെല്ലാം വോട്ടാക്കി മാറ്റാനുള്ള ഈ രാഷ്ട്രീയ ബുദ്ധി ഈ മാർക്ക് കാർണി ഉടലെടുത്തു, അല്ലെങ്കിൽ മാർക്ക് കാർണി മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പിൻഗാമിയായി അതേ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണി പുറത്തെടുക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ഏപ്രിൽ 28-ന് കാനഡയുടെ ജനം വിധി എഴുതുമെന്നാണ് ഇപ്പോൾ മാർക്ക് കാർണി അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഗവർണറെ സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇതുപോലത്തെ ഒരു തീരുമാനം ഈ കാനഡയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിലവിൽ ഈ ജസ്റ്റിൻ ട്രൂഡോ ആയിട്ടുള്ള, അല്ലെങ്കിൽ 9 വർഷം കാനഡ ഭരിച്ചിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോക്ക് പിൻഗാമിയായി, അല്ലെങ്കിൽ ട്രംപിനെതിരെ ട്രംപ് വിരുദ്ധനായിട്ടുള്ള ഈ മാർക്ക് കാർണി അധികാരത്തിലെത്തിയത് ഈ ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണ ലഭിച്ചു, അല്ലെങ്കിൽ സ്വീകാര്യത ലഭിച്ചു എന്നതാണ് പാർട്ടിക്കുള്ളിൽ നടന്ന യോഗങ്ങളിലും വിശദീകരണത്തിലെല്ലാം വ്യക്തമാകുന്നത്. അതിന് പിന്നാലെയാണ് ഒക്ടോബർ 20-ന് നടക്കണം, അല്ലെങ്കിൽ ഒക്ടോബർ 20-നുള്ളിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 28-ലേക്ക് നീട്ടാനുള്ള, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നാക്കാനുള്ള പ്രധാന കാരണം ആ രാഷ്ട്രീയ ബുദ്ധി, അല്ലെങ്കിൽ ആ കുതന്ത്രം ഈ പാർട്ടിക്ക് വലിയ രീതി ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോൾ നിലവിൽ പാർട്ടി തന്നെ വ്യക്തമാക്കുന്നത്. ഈ കടുത്ത ട്രംപ് വിരോധി കൂടിയായ മാർക്ക് കാർണിക്ക്, അല്ലെങ്കിൽ മറ്റു നേതാക്കൾക്കാൾ ഒരു ജനപിന്തുണ കൂടുതലാണെന്നാണ് സർവേ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. ഇത് തന്നെയാണ് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രധാന കാരണം. എന്തായാലും ട്രംപുമായുള്ള താരിഫ് യുദ്ധങ്ങൾക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മാർക്ക് കാർണി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെയായിരുന്നു ഈ മാർച്ച് 14-ാം തീയതി ഈ മാർക്ക് കാർണി ഈ പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 86% വോട്ട് നേടി വിജയിച്ചത്. എന്തായാലും ഈ നിലവിലെ കാനഡയുടെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ അടുത്തു തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള വോട്ടാക്കി മാറ്റാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ തന്ത്രം മുതലെടുത്താണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം തന്നെ പറയാം. എന്തായാലും അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങളും ഈ കാനഡയെ അമേരിക്കയുമായി കൂടിയോജിപ്പിക്കാനുള്ള ട്രംപിന്റെ
വിഷയങ്ങളെല്ലാം അല്ലെങ്കിൽ വിവാദങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാക്കി അതെല്ലാം വോട്ടാക്കി മാറ്റാനുള്ള മാർക്ക് കാർണി തയ്യാറെടുക്കുന്നു. അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമി തന്നെയാണ് നിലവിലെ മാർക്ക് കാർണി. അതേ വഴി പാത തന്നെ സഞ്ചരിക്കുകയാണ് മാർക്ക് കാർണി എന്ന് തന്നെയാണ് ഇപ്പോൾ ഏപ്രിൽ 28 പ്രഖ്യാപിച്ചിട്ടുള്ള കാനഡയുടെ ദേശീയ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിൽ വ്യക്തമാവുന്നത്. ആതിര, തന്നെ അഭിപ്രായ സർവേകളൊക്കെ ഭരണകക്ഷിയായിട്ടുള്ള ലിബറൽ പാർട്ടിക്കാണ് മുൻതൂക്കം നൽകുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്കയുമായുള്ള ഒരു തീരുവ യുദ്ധത്തിന് പിന്നാലെ ഇത്തരത്തിലൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുണ്ടായ ഒരു സാഹചര്യം? അതിന് നിലവിലെ സാഹചര്യം, കാനഡയുടെ സാഹചര്യം പ്രധാനമായും ഈ ട്രംപുമായുള്ള അമേരിക്കയുമായുള്ള തീരുവ യുദ്ധങ്ങൾക്കിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാലും കടുത്ത ട്രംപ് വിരോധി കൂടിയായ മാർക്ക് കാർണിക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു. അല്ലെങ്കിൽ അത് ഒക്ടോബർ 20 നീളുന്നതോടെ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റുമോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് അത് ഒരു പ്രതിരോധത്തിലാക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉടലെടുത്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള കാരണം. ഏപ്രിൽ 28 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അത് ഭരണകക്ഷി പാർട്ടി, നിലവിലെ ഭരണകക്ഷി പാർട്ടിയായിട്ടുള്ള ലിബറൽ പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രഖ്യാപിച്ചത്, ഈ മാർക്ക് കാർണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് എന്ന് തന്നെ പറയാം. എന്തായാലും ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഒരു പിൻഗാമിയായി അതേ രാഷ്ട്രീയ കുതന്ത്രം തന്നെയാണ് ഇപ്പോൾ നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപിച്ച ഏപ്രിൽ 28 പ്രഖ്യാപിച്ച കാനഡയുടെ ദേശീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും അമേരിക്കയുമായുള്ള തീരുവ പ്രശ്നവും ഈ കാനഡയെ അമേരിക്കയുമായി യോജിപ്പിക്കാനുള്ള ട്രംപിന്റെ മോഹങ്ങളെല്ലാം അതിനെല്ലാം തിരിച്ചടി നൽകാൻ ജനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ട് മാർക്ക് കാർണിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ഈ അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങൾ കാനഡയെ സജ്ജമാക്കാൻ വലിയ രീതിയിലുള്ള ജനപിന്തുണ ആവശ്യമാണെന്നും ഈ മാർക്ക് കാർണി ഇപ്പോൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. എന്നാലും നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ ഭരണകക്ഷി പാർട്ടിയായിട്ടുള്ള ലിബറൽ പാർട്ടിക്ക് അത് തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യും. അല്ലെങ്കിൽ പുതിയ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണിയെ ജനങ്ങൾ സ്വീകരിച്ചു, വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ലഭിച്ചു എന്ന് തന്നെയാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് മാർക്ക് കാർണി ഇതുപോലെ ഗവർണർ മേരി സൈമനെ കണ്ട് ഈ പാർലമെന്റ് പിരിച്ചുവിടാനും തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുമുള്ള ചർച്ച നടത്തിയത്. അതിന് പിന്നാലെയാണ് ഏപ്രിൽ 28 ഈ കാനഡയിലെ ജനങ്ങൾ വിധി എഴുതുമെന്ന് മാർക്ക് കാർണി പ്രഖ്യാപിച്ചത്. എന്തായാലും ഒക്ടോബർ 20 വരെ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 28 മാറ്റിയത് നിലവിലെ സാഹചര്യം ഈ ഭരണകക്ഷി പാർട്ടിയായിട്ടുള്ള ലിബറൽ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യും, അല്ലെങ്കിൽ അധികാരത്തിലെത്താമെന്നൊരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഈ എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അധികാരത്തിലേറി 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള മാർക്ക് കാർണിയുടെ ആ രാഷ്ട്രീയ കുതന്ത്രം തന്നെ വ്യക്തമാവുന്നത്. ആതിര.